നിയമം നടപ്പിലാക്കിയവർ തന്നെ നിയമത്തിനെ അട്ടിമറിച്ചതിന്റെ ഫലമാണ് ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഇന്നും ഭൂമി ലഭിക്കാതിരിക്കാൻ കാരണമെന്ന് SC/ST സംരക്ഷണ മുന്നണി ജനറൽ സെക്രട്ടറി കെ മായാണ്ടി. ജന്മിക്കും കുടിയാനും അവകാശമുള്ള ഭൂമികളിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും എത്താതിരിക്കാൻ കാരണമെന്നും മായാണ്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1970 മുതൽ 79 വരെയാണ് കേരളത്തിൽ പട്ടയങ്ങളിൽ തീരുമാനമുണ്ടായത്. ഇത് അനുവദിക്കുമ്പോൾ തന്നെ ഭൂജന്മികളും എസ്റ്റേറ്റ് മുതലാളിമാരും കയ്യേറ്റം നടത്തിയ ഭൂമിയും സാധൂകരിച്ചു. അനർഹമായ കയ്യേറ്റ ഭൂമിയോ തിരിച്ചുപിടിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ലെന്ന കിലയിൽ ഉൾപ്പെടെ നടത്തിയ പഠന റിപ്പോർട്ടുകൾ സൗകര്യപൂർവ്വം പൂഴ്ത്തിവെക്കുകയാണ്. കേരളത്തിലെ ദളിതർക്കു ലഭിക്കേണ്ട ഭൂമി തിരിച്ചുപിടിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല. പട്ടയ കാലാവധി കഴിഞ്ഞതും അടച്ചുപൂട്ടിയ ഫാക്ടറി ഭൂമികളും പിന്നോക്കക്കാർക്ക് അർഹതയുണ്ടെങ്കിലും അവകാശപ്പെട്ടവർക്ക് നൽകുന്നില്ല. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരും CPM-ഉമാണ് ഭൂപരിഷ്കരണ നിയമവും അട്ടിമറിക്കുന്നത്. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കാൻ രണ്ടാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണമെന്നും മായാണ്ടി ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ വൈദ്യരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീമതി ഗൗരിയമ്മയും CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനും അടക്കം നിരവധി പേർ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കില നടത്തിയ ഒരു പഠനത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില നടത്തിയ പഠനത്തിലും പട്ടികജാതി പട്ടികക്കാർക്ക് ഭൂമി കിട്ടും ഈ ഭൂപരിഷ്കരണം കൊണ്ട് കാര്യമായി നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരങ്ങളായി പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് ഭൂമി ലഭിക്കുവാൻ രണ്ടാം ഭൂപരിഷ്കരണം നടപ്പിലാക്കണം. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ പട്ടികജാതി പട്ടികക്കാരെ തടഞ്ഞതുകൊണ്ടാണ്, അവരെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് അവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അധികാരം കരഗതമാകണമെങ്കിൽ രണ്ടാം ഭൂപരിഷ്കരണം അനിവാര്യമാണ്.